So here we are discussing about parts of a table. What are the parts of a table? From the school onwards, we used to draw tables. നമ്മൾ tables വരയ്ക്കാറുണ്ട്. Data നമ്മൾ table present ചെയ്യാറുണ്ട്. What is the best thing of a table? ഒരു ടേബിളിന്റെ ഗുണം എന്തൊക്കെയാണ്? What are the best thing? Whenever we present data in the table, in the form of a table, എപ്പോഴൊക്കെ നമ്മൾ ഡേറ്റ ഒരു ടേബിൾ ആക്കി പ്രസന്റ് ചെയ്യുമോ? വാട്ട് ആർ ദി ബെനിഫിറ്റ്സ്? എന്താണ് ഒരു ടേബിൾ ആക്കി ഡേറ്റ പ്രസന്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കണം. വാട്ട് ആർ ദേ? ഒന്ന്, the first and foremost thing is it is easy to understand. ടെക്സ്റ്റിൽ ചുമ്മാ ഡേറ്റ വലിച്ചു വാരി എഴുതിയിട്ടാൽ നമ്മൾ നോക്കാൻ ബുദ്ധിമുട്ടും, നമ്മൾ നോക്കാൻ താല്പര്യപ്പെടില്ല. പക്ഷെ ടേബിൾ ഫോർമാറ്റിലോട്ട് ഡേറ്റയെ കൊണ്ടുപോയാൽ ഇറ്റ് വിൽ ബി ഈസി ടു ഒബ്സർവ്, കാണാനും പഠിക്കാനും അതെടുത്ത് അനലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് മാറും when we present data in the form of a table. Second thing is, once we go for a tabulation, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വാട്ട് ആർ ദ മെത്തേഡ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു ഒരു ഡേറ്റ കിട്ടിയാൽ ഡേറ്റയെ നമ്മൾ നോക്കും, എലിമിനേഷനെ കഴിഞ്ഞിട്ട് ഡേറ്റയെ പ്രോസസ്സ് ചെയ്തതിന് മാത്രമേ നമ്മൾ ടേബിളിലോട്ട് പോവുള്ളൂ, ടേബിൾ ഉണ്ടാക്കാൻ പോവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ upon tabulation, once or when the data is presented in the form of a table, all the omissions, അതിനകത്ത് കളയേണ്ട ഡിസ്ക്രിപ്പൻസീസ് എല്ലാം, അതായത് കറക്റ്റ് ആയിട്ടല്ലാതെ തോന്നുന്ന എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. സോ ഇറ്റ് വിൽ എന്താണ്, റിമൂവ് ഓൾ ദി അനോമാലീസ് ആൻഡ് ഡേറ്റയിൽ നിന്ന് കളയേണ്ട എല്ലാം കളഞ്ഞ് അൺനെസസറി ഡീറ്റെയിൽസിനെ കളഞ്ഞിട്ട് ഡേറ്റ പ്രസന്റ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് വിൽ ഹാവ് ഓൺലി ദി നെസസറി ഡേറ്റ. മൂന്നാമത്തത്, when the data is present in the form of a table, ഡേറ്റ ഒരു ടേബിൾ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ it helps comparison. When we want to compare two sets of data, it is easy to have the data in the form of a table. So tabulation or the arrangement of data in tabular form helps us to do the comparison easily. And also, if you want to go for analysis of data നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുമ്പോൾ പലപ്പോഴും പല മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും ടേബുലാർ അറേഞ്ച്മെന്റ് ആണ് വേണ്ടത്. സോ ദ ടേബുലാർ അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ help us to do further data processing. ഫർദർ ആയിട്ട് ഡേറ്റ പ്രോസസ് ചെയ്യണമെങ്കിൽ ടാബുലർ ഫോമിൽ ഡേറ്റ നിൽക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നാല് പ്രധാനപ്പെട്ട, ഒന്ന്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, all the unnecessary details are removed, it helps us to do the comparison easily, and it is useful for further data analysis. So these are the 4 points or 4 advantages of tabulation. Now let's see what are the parts of a table. What are the parts of a table? A table is having different parts. ഒരു ടേബിളിന് പല പാർട്സ് ഉണ്ട്. See this diagram. Always table, or see the slides, always table is having a number, table number. It is called a table number. Without a title, table is meaningless. ഒരു ടേബിൾ പ്രസന്റ് ചെയ്തിട്ട് ഒരു ടൈറ്റിൽ വേണം. എന്താണ്? വാട്ട് ഈസ് പ്രസന്റഡ് ഇൻ ദാറ്റ് ടേബിൾ. ആ ടേബിളിനകത്ത് എന്തൊക്കെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളതിന് ഒരു ടൈറ്റിൽ വേണം. So that is called the title of the table. Without the title, a table is meaningless. See, you are describing the poverty rate. ഒരു നാട്ടിലെ poverty rate ആണ് ഒരു ടേബിളിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്തുണ്ട് കേരള 10%, ഛത്തീസ്ഗഡ് 20%, ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ വിത്തൗട്ട് എ ടൈറ്റിൽ ദാറ്റ് ഈസ് മീനിങ്ലെസ്. ആ ടൈറ്റിൽ ഉണ്ടെങ്കിലേ പിന്നെ നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളത് റെപ്രസെന്റ് ചെയ്യിക്കുന്നത് പോവർട്ടി എന്നാണ്. അപ്പം സോ
Second thing is title. Title of the table is very, very significant. Title of the table വളരെ അത്യാവശ്യമാണ്. Third one is called stub. What is it? See, what are the parts a table is containing? What is a table? Table is the arrangement of data in the form of rows and columns. Table is the arrangement of data in the form of rows and columns. What is row? ഇങ്ങനെ വലത്തോട്ട് പാരലായിട്ട് വലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വരികൾക്ക് പറയുന്ന പേരാണ് റോസ്. റോസ് ആർ ദി ഹൊറിസോണ്ടൽ ഡിവിഷൻസ് ഓഫ് എ ടേബിൾ. ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഓരോ വരിക്കും പറയുന്ന പേരാണ് റോസ്. വാട്ട് ഈസ് എ കോളം? ദ വെർട്ടിക്കൽ ഡിവിഷൻസ് ഓഫ് എ ടേബിൾ. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് columns. So table contain rows and columns. In each row at the left end, ഒരു റോയുടെ ഇടത്തെ അറ്റത്ത് ആ റോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ കാണും. ഓരോ റോയുടെയും ലെഫ്റ്റ് എൻഡ്. ഇൻ ഈച്ച് റോ അറ്റ് ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ്, ലെഫ്റ്റ് എൻഡിൽ ഒരു എക്സ്പ്രഷൻ കാണും. എന്താണ്? വാട്ട് ഈസ് ദയർ ഇൻ ദാറ്റ് റോ. ആ റോയിൽ എന്താണുള്ളതെന്ന് ഇടത്തെ അറ്റത്തൊരു എക്സ്പ്രഷൻ കാണും. ഇവിടെ നോക്കുക, റൂറൽ, അർബൻ. അതായത് ഈ റോയിൽ പറഞ്ഞിട്ടുള്ളത് റൂറൽ ഡീറ്റെയിൽസ് ആണ്. ഈ റോയിൽ പറഞ്ഞിട്ടുള്ളത് അർബൻ ഡീറ്റെയിൽസ് ആണ്. ഈ റോയിൽ എല്ലാവരും കൂടെ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു റോയുടെ മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ ദർ ഷുഡ് ബി എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വാട്ട് ഈസ് ഇൻ ദാറ്റ് റോ. അങ്ങനെ ദ ഡിസ്ക്രിപ്ഷൻ പാർട്ട് ഓഫ് എ റോ, ലെഫ്റ്റ് എൻഡിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ പാർട്ടിന് പറയുന്ന പേരാണ് സ്റ്റബ്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റബ്. സോ സ്റ്റബ് ഈസ് ദി ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് റോ ഡിഫൈനിങ് വാട്ട് ഈസ് പ്രസന്റ് ഇൻ ദാറ്റ് ടേബിൾ. ആ ടേബിൾ എന്താണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് സ്റ്റബ്. സെക്കൻഡ് വൺ ഈസ് ക്യാപ്ഷൻ. വാട്ട് ഈസ് ക്യാപ്ഷൻ? സി, ദി ഹെഡിങ് ഓഫ് കോളം. റോ ഹെഡിങ് ഈസ് കോൾഡ് സ്റ്റബ്. അതുപോലെ ഓരോ കോളത്തിൻ്റെ മുകളിൽ ദ കോളം ഹെഡിങ്, ഇതാണ് ഓരോ കോളം എന്ന് ഞാൻ പറഞ്ഞു. ഈ കോളത്തിൻ്റെ മുകളിൽ ദ ഹെഡിങ് ഓഫ് കോളംസ് ആർ കോൾഡ് caption. So caption represent the heading of column and the stub represent the heading of row. And the body of table means including caption and stub, the all columns. എല്ലാ കോളവും കൂടെ ചേർത്ത് വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് body of the table. ബോഡി ഓഫ് ദ ടേബിളിൽ എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം, ഈ ഡേറ്റ, നമ്മൾ ഡേറ്റ കാണിച്ചിട്ടുള്ള ഭാഗം മാത്രമാണ് ബോഡി ഓഫ് ദ ടേബിൾ. എവിടെയൊക്കെ നമ്മൾ ഡേറ്റ കാണിച്ചിട്ടുണ്ട് അതിന് പറയുന്ന പേരാണ് എന്താണ്? ബോഡി ഓഫ് ദി ടേബിൾ. എവിടെയൊക്കെ നമ്മൾ ഡേറ്റ കാണിച്ചിട്ടുണ്ടോ, ഡേറ്റ എവിടെയൊക്കെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിന് പറയുന്ന പേരാണ് എന്താണ്? ബോഡി ഓഫ് ദി ടേബിൾ. ബോഡി ഓഫ് ദ ടേബിൾ. അപ്പോൾ പിന്നെ എന്നുള്ളത് ദർ ഷുഡ് ബി ഹെഡ് നോട്ട്. ചിലപ്പോൾ ഒരിടത്ത് എന്താണ്, ഇതിൻ്റെ മുകളിൽ ഒരു അടിക്കുറിപ്പ് എഴുതും, താഴെ ചിലപ്പോൾ ഒരു കുറിപ്പ് എഴുതും, ചിലപ്പോൾ ഒരു സോഴ്സ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് കാണിക്കും. ഇതെല്ലാം പാർട്സ് ഓഫ് ദ ടേബിൾ ആണ്. അപ്പോൾ ഒന്നുകൂടെ ടു കൺക്ലൂഡ്, ദ പാർട്സ് ഓഫ് എ ടേബിൾ ഇൻക്ലൂഡ് there should be a number, table number, then there should be a title explaining what is there in that table, there should be headings for the columns which is called a caption, there should be title or heading for the rows which is called a stub, and there should be numerical information in that table, that is called a body of the table, and optionally it can have a head note, optionally it can have a footnote, and also it can represent or it can define from which source they got this information. Information എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. And also when we are preparing a table, ഒരു ടേബിൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, it should be easy to understand. Why we want to make a table? We want to make a table for making the data easy to understand. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ടേബിളിലോട്ട് പോകാൻ പോകുന്നത്. അപ്പം എന്നിട്ട് ആ ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടേബിൾ ഒന്നുകൂടെ ബുദ്ധിമുട്ടായാലോ, ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പം അതുകൊണ്ട് when we are going to present a data, the first and foremost thing, what should മനസ്സിനകത്ത് വേണ്ട എത്രയേ ഉള്ളൂ,
By the process of tabulation, ടേബിൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. സെൽഫായിട്ട് ടേബിൾ നോക്കിയാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണം. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. രണ്ടാമത് ഡേറ്റ ഷാൽ ബി അറേഞ്ച്ഡ് എയ്തർ ഇൻ ക്രോണോളജിക്കൽ ഓർ ജോഗ്രഫിക്കൽ ഓർഡർ. ഡേറ്റയെ ക്രോണോളജിക്കലായിട്ടോ ജോഗ്രഫിക്കൽ ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. റോസും കോളവും ലൈൻസ് ഉപയോഗിച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യണം. ഹെഡിങ്സ് പ്രിസൈസ്, ചെറിയ ഹെഡിങ് ക്ലാരിറ്റി ഉള്ള പ്രിസൈസ് ഹെഡിങ്സ് ആയിരിക്കണം. whenever there is required title shall be provided. അപ്പോൾ ഈ രീതിയിലുള്ള ആസ്പെക്റ്റ് എല്ലാം. അത് മാത്രമല്ല ടേബിൾ ഷുഡ് നോട്ട് ബി ഓവർലോഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ ടേബിളിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു ടേബിളിൽ ആവശ്യത്തിലധികം ഡേറ്റ കുത്തിത്തിരികി ടേബിൾ പിന്നെ കണ്ടാൽ മനസ്സിലാവാതായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദറ്റ്. യു ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ടേബിൾസ് ദാൻ മെർജിങ് ഹോൾ ഡേറ്റ ടുഗദർ. എല്ലാ ഡേറ്റയും ഒന്നിച്ചാക്കി വെക്കുന്നതിന് പകരം യു ക്യാൻ യൂസ് ഡൈവേഴ്സ് ടേബിൾസ് ഫോർ റെപ്രസെൻറ്റിങ് ദ ഡേറ്റ. അപ്പം ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം വെൻ വി ആർ യൂസിങ് ദ ടേബിൾസ് ഇതെല്ലാം മനസ്സിനകത്ത് ഉണ്ടാവും. ടേബിൾസ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്. വൺ ഈസ് കോൾഡ് ടേബിൾ ഓഫ് ടൈം സീരീസ്. രണ്ട് ടൈപ്പ് ടേബിൾ ആണുള്ളത്. ഒന്ന് ദ ടേബിൾ ഓഫ് ടൈം സീരീസ് ആൻഡ് ദി ടേബിൾ ഓഫ് frequency distribution. Table of time series and table of frequency distribution. Now what is table of time series? So this is based on the chronology of the time. Either in a table of time series, data are arranged, or a table of time series contain data arranged in the chronology of time. കാലത്തിനനുസരിച്ച് അത് നോക്ക്. if you see this table on the PowerPoint presentation, here the arrangement is 16, 17, 18, 19, 22, 23, 24 like this. That has been arranged chronology. 2008 9 മാസം 16 മുതൽ അങ്ങനെ ആ ഓർഡറിലാണ് ഡേറ്റ പോയിട്ടുള്ളത്. കണ്ടോ? സോ ഓൺ എ പെർട്ടിക്കുലർ ഓർഡർ. So chronology എന്താണ്, ന്യൂമറിക്കൽ ഓർഡറിലാണ് പോയിട്ടുള്ളത്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് എ ഡേറ്റ ഇസ് കോൾഡ് ടേബിൾ ഓഫ് ടൈം സീരീസ്. ടേബിൾ ഓഫ് ടൈം സീരീസ്. Now, so on this date, what is the AAPL? ഇങ്ങനെ ഓരോന്നും the whole data is represented. ഈ എല്ലാ ഡേറ്റയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ടൈം സീരീസിന്റെ ബേസ്ഡ് ആണ്. അതിന്റെ പേരാണ് ടേബിൾ ഓഫ് ടൈം സീരീസ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. What is meant by frequency distribution? The data what we have are arranged in ascending or descending order. കിട്ടിയ ഡേറ്റ എന്ത് ചെയ്തു? ascending or descending order ആയിട്ട് അറേഞ്ച് ചെയ്തു. And corresponding frequencies are measured. corresponding frequency വലത് സൈഡിൽ കാണിച്ചു. What does it mean? നമുക്കൊരു 500 വാല്യൂസ് ഉണ്ട്. We are having around 500 values. ആ വാല്യൂസ് 4നും 10നും ഇടയിലാണ്. 4 എന്നുള്ള വാല്യൂവിനും 10 എന്നുള്ള വാല്യൂവിനും ഇടയിൽ നമുക്കൊരു 500 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു 500 ഡേറ്റ 500 വേരിയബിൾസിനെ ഒരു ടേബിളിൽ റെപ്രസെന്റ് ചെയ്താൽ ടേബിൾ വളരെ വലുതായി പോകും. അപ്പോൾ അതിന് കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണത്? 4 എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. ഈ 4 എന്നുള്ള വേരിയബിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കി അതിനെ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ എഴുതി. ഒന്നുകൂടെ, we are having a group of data. ആ ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ പലത് റിപ്പറ്റീഷൻസ് ആണ്, പക്ഷേ എണ്ണത്തിൽ വളരെ അധികമുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഫസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ഡേറ്റയും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതിനെ അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മെഷർ ചെയ്തുകൊണ്ട് ആ ഡേറ്റ എല്ലാം ചുരുക്കി ഒരു ടേബിളിനകത്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ അറേഞ്ചിങ് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ, after arranging the data in ascending or descending order, they are represented in the form of a table. അതിനെ ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ചെയ്തെടുക്കുന്നു. സോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്. The data is arranged on one side and corresponding frequency on the other side. എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ 4 എന്നുള്ള വാല്യൂ എത്ര തവണ വന്നിട്ടുണ്ടാവും? 4 എന്നുള്ള വാല്യൂ 2 തവണ വന്നിട്ടുണ്ട്. 5 എന്നുള്ള വാല്യൂ 2 തവണ വന്നിട്ടുണ്ട്. 6 എന്നുള്ള വാല്യൂ 4 തവണ. അപ്പം ഇങ്ങനെ when the data is repeated, ഡേറ്റ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ
അതായത് ഡേറ്റ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുമോ അതിനെ ഫ്രീക്വൻസി ആയിട്ട് മെഷർ ചെയ്തുകൊണ്ട് ഡേറ്റയെ പ്രസന്റ് ചെയ്താൽ അതിൻ്റെ പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ.